ഇത് വിറ്റപ്പോ ഈ ഭൂമിയുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കാതെ വാങ്ങിച്ച ആളുകളുണ്ട്. ഭാവിയിൽ നിയമപ്രശ്നം വരുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതിന്റെ ഇപ്പോൾ കൈവശം വെച്ച് അനുഭവിക്കുന്ന ആളുകൾ നിരപരാധികളും നിഷ്കളങ്കരുമായ സാധാരണ മനുഷ്യരാണ് എന്ന അടിസ്ഥാനപരമായ പ്രശ്നം അവിടെ നിൽക്കുമ്പോഴാണല്ലോ കോൺഗ്രസ് ആയാലും സർക്കാരായാലും ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എന്ത് നിലപാട് സംഘടനകൾക്ക് എടുക്കാൻ കഴിയും? അത് സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നിലപാടല്ലേ അവിടെ സാധ്യമാവുകയുള്ളൂ. അതിനപ്പുറത്ത് ഇതൊരു ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വന്നിരിക്കെ ഒരു വിവാദ വിഷയമാക്കേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനകത്ത് ഒരു ഉൾപ്പോര് വന്നത് തന്നെ ശരിയായ ഒരു സന്ദേശം നൽകുന്നതാണോ? ജുഡീഷ്യൽ കമ്മീഷൻ വന്നതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് മുനമ്പത്ത് ആ ഭൂമി വഖഫല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വരുവോളം കാത്തിരിക്കട്ടെ എന്ന സാവകാശമുള്ള പക്വതയുള്ള നിലപാട് സ്വീകരിക്കാതിരുന്നത്? അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് തികഞ്ഞ രാഷ്ട്രീയമാണ് എന്ന്, ആ ജില്ലയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു സ്വത്ത് വഖഫാണോ എന്ന് തീരുമാനിക്കേണ്ടത് VD സതീശനോ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായോ ജസ്റ്റിസ് കമാൽ പാഷയോ അല്ല. മറിച്ച് അതിന് മതപരമായൊരു വശങ്ങളുണ്ട്, അതേസമയം തന്നെ രാജ്യത്തെ നിയമവും ഉണ്ട്. ഈ രാജ്യത്തെ നിയമം അനുസരിച്ചുകൊണ്ടാണ് ആ ഭൂമി വഖഫാണ് എന്ന് 3 ജുഡീഷ്യൽ സ്വഭാവങ്ങളിലുള്ള സ്ഥാപനങ്ങൾ അതിന് തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ മുസ്തഫ മാഷ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് പറവൂർ കോടതിയാണ്, 2 അതിനെതിരെ ആയ ഹർജിയിൽ ഹൈക്കോടതിയാണ്, 3-മത്തെ നിസാർ കമ്മീഷനാണ്. ഈ 3 സംവിധാനങ്ങളും തീർപ്പ് കൽപ്പിച്ചത് വഖഫ് ഭൂമിയാണ് എന്നാണ്. ആ വഖഫ് ഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട്. ആ കയ്യേറ്റത്തിനൊപ്പം തന്നെ ചില ആളുകൾ ഭൂമി വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി പറയേണ്ടുന്ന ഒരു കാര്യം, അവിടെ 600-ലേറെ താമസക്കാരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആദ്യത്തെ ഹർജി പറവൂർ കോടതിയിൽ ഇതിനെതിരായ വഖഫ് ഭൂമി കയ്യേറ്റത്തിനെതിരായ ഹർജി സമർപ്പിക്കുന്ന സമയത്ത് അവിടെ കേവലം 20 താമസക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഹർജി പോകുന്നത് 1960-ലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് വ്യാപകമായ കയ്യേറ്റങ്ങൾ അവിടെ നടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സെൻറ്റിമെൻസിന് പിറകെ പോവുകയാണോ വേണ്ടത്, രാജ്യത്തെ നിയമത്തിന് പിറകെ പോവുകയാണോ വേണ്ടത്? ഇവിടെ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ ഭൂമി, കൈവശമുള്ള ഒരു ഭൂമി, അത് 1 ഏക്കറോ 5 ഏക്കറോ ആവട്ടെ, ഈ ഭൂമി മറ്റൊരാൾ വ്യാജമായ അധികാരം ഉപയോഗിച്ച് 3-മതൊരാൾക്ക് രജിസ്റ്റർ ചെയ്തു കൊടുത്താൽ യഥാർത്ഥ ഉടമ എന്താണ് നിലപാട് സ്വീകരിക്കേണ്ടത്? അയാൾ 2-മത്തെ ആൾ മധ്യസ്ഥനായി നിൽക്കുന്ന ആൾ, ഇത് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച ആൾ അന്യായമായ വഴികളിലൂടെ ഇത് രജിസ്റ്റർ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഉടമയ്ക്ക് അതിന്മേലുള്ള അവകാശം ഇല്ലാതാകുമോ? ആ അവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ് സാമൂഹിക സൗഹൃദത്തിന് എതിരായി മാറുന്നത് എന്ന കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച നടത്തുന്നു. 988 ഡിസംബർ 19 ഫാറൂഖ് കോളേജിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയാണ് ആ ഭൂമി വിൽപ്പന നടത്താൻ തീരുമാനിക്കുന്നത്. ആ മാനേജിംഗ് കമ്മിറ്റിക്ക് ആ വിൽപ്പന നടത്താൻ എങ്ങനെയാണ് അധികാരമുണ്ടാകുന്നത്? കാരണം മാനേജിംഗ് കമ്മിറ്റി അതിൻ്റെ ഉടമാവകാശമുള്ള ഒരു സംവിധാനമല്ല. വഖഫിൻ്റെ നിയമം നമുക്കറിയാവുന്നതാണ്. ഒരാൾ ഒരു ഭൂമി, ഒരു സ്വത്ത് വഖഫ് ചെയ്യുന്നതോടുകൂടി ആ വഖഫിൻ്റെ ഉടമാവകാശം ഇസ്ലാമിക വിധി പ്രകാരവും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വഖഫ് ആക്ട് പ്രകാരവും ഉടമാവകാശം അള്ളാഹുവിലേക്ക് ചേരുകയും അതിൻ്റെ ഗുണഭോക്താക്കളായി ഏത് ആളുകളാണോ, അത് ഇന്ന മതക്കാരൊന്നുമില്ല, ഒരു പൊതു കിണർ ഇടിക്കുകയാണെങ്കിൽ ഏത് മതക്കാർക്ക് ഉപയോഗിക്കാം, പൊതു ഊട്ടുപുര ഉണ്ടാക്കുകയാണെങ്കിൽ ഏത് മതക്കാർക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ നിശ്ചിത ലക്ഷ്യത്തിലേക്ക് അതിൻ്റെ ഉപകാരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു. ഇതാണ് വഖഫ് നിയമത്തിലും മത നിയമത്തിലും പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഫാറൂഖ് കോളേജ് എന്ന് പറയുന്നത് അവിടെ മുത്തവല്ലി സ്ഥാനമാണ്, അഥവാ മേൽനോട്ട സ്ഥാനമാണ് ഈ ഭൂമിയുടെ മേൽ അവർക്കുള്ളത്. ആ മേൽനോട്ട സ്ഥാനം വെച്ചുകൊണ്ട് അവർ 988 ഡിസംബർ 19 തീരുമാനിക്കുകയാണ്. അന്നത്തെ അവരുടെ അഭിഭാഷകനെ പോളിനെ ചുമതലപ്പെടുത്തുകയാണ് ഈ ഭൂമി വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഭൂമി വിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കുറേ ആളുകളുടെ കയ്യിലേക്ക് ഇത് എത്തിച്ചേരുന്നത്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ താമസക്കാരായ ആർക്കും വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിട്ടില്ല. അവിടെ ഭൂമി കയ്യേറിയ അല്ലെങ്കിൽ കൂടുതൽ ഭൂമി കയ്യേറിയ 12 റിസോർട്ട് ഉടമകൾക്കാണ് അവിടെ നോട്ടീസ് നൽകിയിട്ടുള്ളത്. നോട്ടീസ് നൽകുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക നടപടിയാണ്. നിങ്ങളുടെ മേൽ ഇന്ന ആരോപണമുണ്ട്, നിങ്ങൾക്ക് ഈ ഭൂമിക്ക് മേൽ അവകാശം സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ രേഖകളുമായി വരണം എന്ന് പറയുന്നു. അങ്ങനെ രേഖകളുമായി വരണം എന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയ 12 റിസോർട്ട് ഉടമകളിൽ മഹാഭൂരിപക്ഷം പേരും ഇപ്പോഴും വഖഫ് ബോർഡിന് മുമ്പിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു നോട്ടീസ് നൽകുമ്പോഴേക്ക് ഇവിടെ സാമുദായിക സൗഹാർദ്ദത്തിന്റെ ചർച്ചയുണ്ടാകുന്നു, അവിടെ വലിയ സമരങ്ങൾ ഉണ്ടാകുന്നു, ഇതുമായി ബന്ധപ്പെട്ട മതങ്ങൾക്കിടയിൽ തർക്കമുണ്ടാകുമോ എന്ന സെന്റിമെന്റ്സ്
കോൺഗ്രസ് രൂപപ്പെട്ടു വരുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രശ്നമൊന്നല്ലല്ലോ ചർച്ച ചെയ്യേണ്ടത്. ആരാണ് ഈ വഖഫ് ഭൂമി കൈമാറിയിട്ടുള്ളത്, അവർക്ക് എങ്ങനെയാണ് അധികാരം കിട്ടിയിട്ടുള്ളത്? ഇപ്പോഴും ഒരു ദുരൂഹമായിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇങ്ങനെയൊക്കെ തർക്കം നടക്കുമ്പോഴും വൈകുന്നേരം മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പത്രസമ്മേളനം നടത്തുമ്പോൾ പറയുന്നത് ലീഗിൻ്റെ നിലപാട് വ്യക്തമാണ്, അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നേരത്തെ എടുത്ത മുസ്ലിം സംഘടനകൾ, ആ തെറ്റിദ്ധരിപ്പിക്കൽ കൂടി നീക്കേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. മുസ്ലിം സംഘടനകൾ എടുത്ത തീരുമാനം എന്താണ്? അവിടെ ന്യായമായ വിധത്തിൽ പരിഹാരം കാണണം, സർക്കാർ പരിഹാരം കാണണം. അല്ലാതെ ഇത് വഖഫ് ഭൂമിയല്ല എന്നൊരു നിലപാടിലേക്ക് മുസ്ലിം സംഘടനകൾ എത്തിയിട്ടേ ഇല്ല. അത് വഖഫ് ഭൂമിയാണ് എന്നത് രാജ്യത്തിൻ്റെ നിയമം വെച്ച് തെളിയിക്കപ്പെട്ട സംഗതിയാണ്. ഇത് രണ്ട് മതവിഭാഗങ്ങൾക്കിടയിലുള്ള തർക്കമൊന്നുമല്ല, അവിടെ സ്വത്ത് തർക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്വത്ത് തർക്കത്തെ മതവിഭാഗങ്ങൾക്കിടയിൽ തർക്കമാക്കി മാറ്റുന്നു. അവിടെ കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയോ അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിലവിൽ വന്ന സ്ഥിതിക്ക് ആ റിപ്പോർട്ട് വരുവോളം കാത്തിരിക്കുകയോ ചെയ്യേണ്ടുന്നതിന് പകരം വളരെ തിടുക്കപ്പെട്ട് പ്രസ്താവനകൾ നടത്തുകയാണ്. ഞാനൊരു സംശയം കൂടി ഉന്നയിക്കുകയാണ്. ആ ഭൂമിയിൽ അനധികൃതമായ കയ്യേറ്റവും നിർമ്മാണങ്ങളും നടത്തിയവരിൽ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ബിനാമികളുണ്ടോ എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു ബഹിർസ്ഫുരണമായിട്ടാണോ ഈ വളരെ ഷാർപ്പായ ക്രിറ്റിസിസമാണ് രണ്ട് വിഭാഗം സമസ്തകളിൽ നിന്നും ഉണ്ടാവുന്നത്? സ്വാഭാവികമായും കോൺഗ്രസ് കൂടി അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്.